റാങ്ക് ചെയ്യുകയാണ് എങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ജർമ്മനിയിൽ തന്നെ ആയിരിക്കും. ശേഷം നെതർലാൻഡ്സ് പിസിയുടെ അൺലിമിറ്റഡ് പാർട്ട് ടൈം ആണ് എങ്കിലും ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഫ്രാൻസിലെ വീഡിയോസ് ഒക്കെ ചെയ്യാറുള്ള സമയത്ത് കുറച്ചധികം പേരെങ്കിലും നമ്മളോട് ചോദിക്കാറുണ്ട്, ഫ്രാൻസ് അല്ല എങ്കിൽ വേറെ ഏത് രാജ്യമായിരിക്കും എനിക്ക് പോകാൻ നല്ലത്, അതല്ലെങ്കിൽ ഇവർ പറഞ്ഞ ഏതെങ്കിലും ഒക്കെ രാജ്യത്ത് വന്നെത്തി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നും ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എനിക്ക് മാറാൻ പറ്റുമോ, പോകാൻ പറ്റുമോ, ഇവിടെയൊക്കെ വന്നാൽ രക്ഷപ്പെടുമെന്നുള്ള കുറേയധികം ചോദ്യങ്ങൾ ബാക്കിയുള്ള ഫ്രാൻസ് അല്ലാത്ത യൂറോപ്യൻ രാജ്യങ്ങളെ പറ്റിയിട്ടും ബാക്കിയുള്ള പൊതുവെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ പോകുന്ന രാജ്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ കുറേയധികം ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പം എനിക്കറിയാവുന്ന തരത്തിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അത് മാത്രമല്ല, നമുക്കറിയാം ഇന്ത്യൻ വിദ്യാർത്ഥികളൊക്കെ ധാരാളമായി പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളായിട്ടുള്ള കാനഡ, UK, ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളൊക്കെ കുറേയധികം വിസ റെസ്ട്രിക്ഷൻസും അതുപോലെ തന്നെ പുതിയ വിസ റിക്വയർമെന്റ്സ്, പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ, ഇനി ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതിനുള്ള കാര്യങ്ങൾ, അപ്പം അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്നതുകൊണ്ടും കേൾക്കുന്നത് കൊണ്ടും നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതുകൊണ്ടും എനിക്ക് തോന്നുന്നു, പേഴ്സണലി എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ലൈഫിന്റെ ഒരു എൻഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിലും ഇപ്പോഴും നിരവധി വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിൽ നിന്ന് അധികം ആരും പോകാത്ത യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകാറുണ്ട്, പുതിയ ഓപ്പർച്യൂണിറ്റീസ് തേടി പോകാറുണ്ട്. ഇതൊരു നെവർ എൻഡിങ് പ്രോസസ്സാണല്ലോ. മൈഗ്രേഷൻ എന്ന് പറയുന്നത് എന്തായാലും ഒരു നെവർ എൻഡിങ് പ്രോസസ്സാണ്. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഭാവിയിൽ എപ്പോഴെങ്കിലും ഒക്കെ റിവേഴ്സ് മൈഗ്രേഷൻ നടക്കാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയിട്ടൊന്നും സംസാരിക്കുന്നില്ല. എങ്കിലും പൊതുവെ കുറേയധികം വിദ്യാർത്ഥികൾ നമ്മളോട് ചോദിക്കാറുള്ള കുറച്ച് രാജ്യങ്ങളുണ്ട്: ജർമ്മനി, നെതർലാൻഡ്സ്, സ്വീഡൻ, പിന്നെ ഫ്രാൻസ്. അപ്പോൾ ഈ ഒരു 4 രാജ്യങ്ങളെ പറ്റിയിട്ടായിരിക്കും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലും സ്റ്റുഡന്റ് ലൈഫ്, സ്റ്റേ ബാക്ക്, ട്യൂഷൻ ഫീസ് പോലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ടറി വീഡിയോ ആണ്. നമ്മൾ അവിടെയുള്ള ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചതിന് ശേഷവും ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്തതിന് ശേഷമായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇൻഡെപ്ത് ആയിട്ട് അറിയണമെന്നുണ്ട്, താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ അവിടെയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടൻസ് വഴി നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള റിസർച്ച് നടത്തുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ 4 രാജ്യങ്ങൾ മാത്രമല്ല കേട്ടോ, അയർലൻഡ്, അതുപോലെ തന്നെ ഡെൻമാർക്ക്, ഫിൻലൻഡ്, ഹംഗറി, ചെക്കോസ്ലോവാക്യ, ഓസ്ട്രേലിയ പോലുള്ള കുറേയധികം രാജ്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് എൻക്വയറീസ് വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിച്ചതും കുറേയധികം പേര് ചോദിച്ചതും നമ്മൾ ഈ പറഞ്ഞ 3 രാജ്യങ്ങളും പിന്നെ ഫ്രാൻസും, ടോട്ടലി 4 രാജ്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു 4 രാജ്യങ്ങളെ മാത്രം ചൂസ് ചെയ്തിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം പറയാനുള്ളത് ജർമ്മനി എന്ന രാജ്യത്തെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ഏകദേശം ഒരു 5-6 വർഷമായിട്ട് നിരവധി നല്ല രീതിയിൽ മലയാളി വിദ്യാർത്ഥികൾ പോകുന്ന ഒരു രാജ്യമാണ് ജർമ്മനി. ഏകദേശം 43,000-ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ നിലവിൽ ജർമ്മനിയിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്രയുമൊക്കെ ഉണ്ടായിട്ടും കാര്യമായിട്ടുള്ള വിസ റെഗുലേഷൻസോ വിസ റൂൾസോ ഒന്നും ജർമ്മനിയിൽ ഇതുവരെ വന്നിട്ടില്ല. അതിന് പകരം 2035 ആകുമ്പോഴേക്കും IT, എഞ്ചിനീയറിംഗ് പോലെയുള്ള ഫീൽഡുകളിലേക്ക് ഷോർട്ടേജ് വരുമെന്ന് കരുതിയിട്ട് കുറേയധികം വിദ്യാർത്ഥികളെ അങ്ങോട്ട് വെൽക്കം ചെയ്യാനുള്ള പ്ലാൻസും ജർമ്മൻ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയാനുള്ളത്, ജർമ്മനിയിൽ IT, നാച്ചുറൽ സയൻസ്, എഞ്ചിനീയറിംഗ് പോലെയുള്ള ഫീൽഡുകളിലേക്ക് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ജോലി കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നാണ് പറയാറുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ജർമ്മനിയിലുള്ള പബ്ലിക് കോളേജുകളിൽ, പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ഫീസ് ഇല്ല. ഏകദേശം ഒരു തുച്ഛമായിട്ടുള്ള സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ഫീ മാത്രമായിരിക്കും ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടാവുക. അത് മാത്രമല്ല, വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളത്, ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ഇംഗ്ലീഷ് മാസ്റ്റർ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. പിന്നെ പ്രൈവറ്റ് കോളേജുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ബാക്കി എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ആകുന്നത് പോലെ തന്നെ മിനിമം ഒരു 8,000-9,000 യൂറോ ഒക്കെ ആവും ഇയർലി പ്രൈവറ്റ് കോളേജുകളിൽ ഫീസ് വരുന്നത്. 1.5 വർഷമാണ് ജർമ്മനിയുടെ സ്റ്റേ ബാക്ക് പീരീഡ്. നിലവിൽ 20 മണിക്കൂറാണ് വീക്ക്ലി പാർട്ട് ടൈം ചെയ്യാൻ സാധിക്കുന്നത്. 40 മണിക്കൂർ നമുക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റും വെക്കേഷൻ ടൈമിൽ മാത്രം. നിലവിൽ ജർമ്മനിയിലത്തെ സ്റ്റുഡന്റ് ലൈഫ് കുറച്ച് ഹാർഡാണെന്നാണ് പറഞ്ഞത്. കാര്യം വേറൊന്നുമല്ല, പാർട്ട് ടൈം ജോലി കിട്ടാനുള്ള ഡിഫിക്കൽട്ടീസ് ഒക്കെ നല്ല രീതിയിലുണ്ട്. അതിനുള്ള കാര്യം വേറെന്താണെന്ന് വെച്ചാൽ, ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇമിഗ്രൻസ് ഉണ്ട്, സ്റ്റുഡൻസ് അല്ലാത്ത ഇമിഗ്രൻസ് ഉണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് പാർട്ട് ടൈം ജോലി കിട്ടാനൊക്കെ നല്ല കോമ്പറ്റീഷനാണ്. അതുപോലെ തന്നെ ആ ഒരു പ്രശ്നം അവരുടെ അക്കോമഡേഷൻ കിട്ടുന്നതിലും ലിവിംഗ് എക്സ്പെൻസ് ഉയർത്തുന്നതിലും ഒക്കെ അവരെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡന്റ് ലൈഫ് നിലവിൽ ജർമ്മനിയുടെ ഹാർഡാണ്. പിന്നെ എല്ലാവരും ചോദിക്കാറുള്ള ചോദ്യമാണ്, നമുക്ക് പാർട്ട് ടൈം ജോലി ചെയ്തതുകൊണ്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെന്നാൽ ലോൺ റീപേയ്മെന്റ് പറ്റുമെന്നുള്ളത്. അത് ജർമ്മനിയിൽ നിന്നല്ല, ഫ്രാൻസിൽ നിന്നല്ല, ഒരു രാജ്യങ്ങളിലും നമുക്ക് നമ്മുടെ എക്സ്പെൻസസ് ഒക്കെ പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ലോൺ അടയ്ക്കുകയോ അല്ലെങ്കിൽ സെമസ്റ്ററിലേക്കുള്ള ഫീസ് അടയ്ക്കുകയോ പോസിബിൾ അല്ല. ഇതൊക്കെയാണ് ജർമ്മനിയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കൂടി ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ലൈഫ് പൊതുവെ എല്ലാ രാജ്യങ്ങളിലും ഹാർഡ് തന്നെയാണ്, ഡിഫിക്കൽട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് കുറേയധികം എമൗണ്ട് ലോണൊക്കെ എടുത്തു പോകുമ്പോൾ അത് ഭയങ്കര ഹാർഡ് തന്നെയാണ്. എങ്കിലും നിലവിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഫീൽഡുകളിൽ IT, എഞ്ചിനീയറിംഗ്, നാച്ചുറൽ സയൻസ് പോലെയുള്ള ഫീൽഡുകളിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ജർമ്മനിയിൽ. അങ്ങനെയൊക്കെ നോക്കുമ്പം ഇപ്പോഴും കുറേയധികം പേരുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആണെന്ന് പറയുന്നില്ല, പക്ഷേ കുറേയധികം പേര് ഇപ്പോഴും വലിയ കുഴപ്പമില്ലാതെ കൺസിഡർ ചെയ്യുന്ന ഒരു രാജ്യമാണ് ജർമ്മനി. നമ്മുടെ ലിസ്റ്റിലുള്ള
യൂറോപ്പിലുള്ള രണ്ടാമത്തെ രാജ്യം നെതർലാൻഡ്സ് ആണ്. നോർത്ത് വെസ്റ്റേൺ യൂറോപ്പിലുള്ള രാജ്യമാണ് നെതർലാൻഡ്. തുളിപ്പ് ഫീൽഡ്, അതുപോലെ തന്നെ വിൻമില്ല്, പിന്നെ കുട്ടനാട്ടിലൊക്കെയുള്ള കനാല്, അതുപോലുള്ള കനാലുകൾ കൊണ്ടൊക്കെ പ്രശസ്തമാണ് നെതർലാൻഡ്. നെതർലാൻഡ്സിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഡച്ച് ആണ് എങ്കിലും അവിടെ ഏകദേശം ഒരു 80 to 90% ആളുകളും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ്. അത് പറയുകയാണെങ്കിൽ പൊതുവെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൊണ്ട് അവിടെ കുഴപ്പമൊന്നുമില്ല. അവരുടെ ഡേ ടു ഡേ ലൈഫിലൊക്കെ അവർ ധാരാളമായിട്ട് കോൺവെർസേഷനിൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ അതായത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫ്രാൻസിൽ നിന്നും ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും. ഫ്രാൻസിലൊക്കെ നമുക്ക് ഇംഗ്ലീഷ്, പ്രത്യേകിച്ച് പാരീസ് പോലുള്ള വലിയൊരു സിറ്റിയിൽ കൂടി ഇംഗ്ലീഷ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നമുക്ക് ടൂറിസ്റ്റ് വരണം. ഫ്രാൻസിലുള്ള ഫ്രഞ്ചുകാരോടോ പരീസിയൻസിനോടോ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ കൂടി അവർ തിരിച്ച് ഫ്രഞ്ചിലേ സംസാരിക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു കാര്യത്തിൽ നെതർലാൻഡ് ഈസ് ബെറ്റർ ആണ് ഫ്രാൻസിനെ കഴിഞ്ഞും. ഈ സ്റ്റുഡൻറ് ലൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നെതർലാൻഡ്സിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് IELTS മാൻഡേറ്ററി ആണ്. അതുപോലെ തന്നെ 1 year സ്റ്റേ ബാക്ക് ആണ് അവിടെ ഉള്ളത്. ഇനി കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റികളിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകളിലോ നമുക്ക് കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 8,000-9,000 യൂറോ ഒക്കെയാണ് ഇയർലി ആകുന്നത്. അത് നമ്മൾ എടുക്കാൻ പോകുന്ന കോഴ്സിനെ അല്ലെങ്കിൽ പ്രോഗ്രാമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫീസ് കൂടിയും കുറഞ്ഞും വരാം. എങ്കിലും ഫ്രാൻസിലും ജർമ്മനിയിലും നെതർലാൻഡ്സിലും ഒക്കെ പ്രൈവറ്റ് കോളേജുകളിൽ ഫീസൊക്കെ ഏകദേശം സെയിം ഒക്കെ ആയിരിക്കും. വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, നമ്മൾ സ്റ്റുഡൻ്റൊക്കെ ആയിട്ട് വേറെ ഏത് രാജ്യത്തേക്ക് പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് പാർട്ട് ടൈം ജോലി നമ്മൾ മെയിനായിട്ട് നോക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ജർമ്മനിയിലത്തെ അവസ്ഥയിലും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പാർട്ട് ടൈം ജോലി കിട്ടാൻ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടെന്ന്. നെതർലാൻഡ്സിലും സ്ഥിതി വേറെ ഒന്നുമില്ല, പാർട്ട് ടൈം ജോലി കിട്ടാൻ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പോൾ അവിടെ താമസിക്കുന്നവരായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് അവർക്കൊക്കെ ജോലി കിട്ടാൻ കുറച്ച് സമയം എടുത്തു. പിന്നെ കുറേ അധികം പേർക്കും റെഫറൻസ് വഴിയാണ് അവിടെ ജോലി കിട്ടിയത്. ഇനി പാർട്ട് ടൈം ജോലി ചെയ്ത് കിട്ടുന്ന പൈസ നമുക്ക് അവിടെ നമ്മുടെ ലിവിങ് എക്സ്പെൻസിനായിട്ട് മാറ്റി വെക്കേണ്ടി വരും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 100-200 യൂറോ ഒക്കെ ആയിരിക്കും നമ്മുടെ കയ്യിൽ സേവിങ്സ് ആയിട്ടുണ്ടാവുക. വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ നെതർലാൻഡ്സിൽ ജർമ്മനിയെയും ഫ്രാൻസിനെയും വെച്ച് നോക്കുമ്പം ലിവിങ് എക്സ്പെൻസ് കമ്പാരിറ്റീവ്ലി ഹയർ ആണ്. ഇപ്പോൾ എങ്കിലും ഒരു ഓർഡർ പറയുകയാണെങ്കിൽ നെതർലാൻഡ്സിലായിരിക്കും ഏറ്റവും കൂടുതൽ ലിവിങ് എക്സ്പെൻസ് വരുന്നത്, പിന്നെ ജർമ്മനിയിൽ, പിന്നെ ആയിരിക്കും ഫ്രാൻസിൽ പിന്നെയും കുറവാണ് ലിവിങ് എക്സ്പെൻസ് വരുന്നത്. വേറെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്, അത് നമുക്ക് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് പറയാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലിവിങ് എക്സ്പെൻസ് കമ്പാരിറ്റീവ്ലി ഹയർ ആണ് നെതർലാൻഡ്സിൽ. പിന്നെ അക്കോമഡേഷൻ ക്രൈസിസ് യൂറോപ്പിലുള്ള എല്ലാ സിറ്റിയിലും അക്കോമഡേഷൻ ക്രൈസിസ് ഉണ്ട്, നെതർലാൻഡ്സിലും അതുണ്ട്. ഇനി ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് ജെന്യൂനായിട്ടായിരിക്കും അവർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും അവിടെ ഹാപ്പിയാണ്, അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവർക്ക് അവിടെ ചെന്ന് ജോലി കിട്ടി. പിന്നെ ലാംഗ്വേജിൻ്റെ ബാരിയർ ഒന്നും അവർക്ക് നിലവിൽ അവിടെ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഭാവിയിൽ നമ്മുടെ സ്റ്റേ ബാക്ക് പീരീഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ലോണൊക്കെ തിരിച്ചടക്കേണ്ട ആ ഒരു സമയമാകുമ്പം അവിടെ ഒരു പ്രോപ്പർ ജോലി ഇല്ല എങ്കിൽ അത് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നെതർലാൻഡ്സ് എന്ന രാജ്യത്തെ പറ്റി എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, നമുക്കൊരു വീഡിയോ അതിനുവേണ്ടി തന്നെ ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടൻസിനെ കണ്ട് സംസാരിക്കുക. അതല്ല എങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് ഓൺലൈനിൽ നടത്തുക. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ 3ാമത്തെ രാജ്യം സ്വീഡനാണ്. അപ്പോൾ സ്വീഡൻ എന്ന് പറയുമ്പോൾ ഒരു സ്കാൻഡിനേവിയൻ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ സ്കാൻഡിനേവിയൻ രാജ്യത്തിലെ ലൈഫ് സ്റ്റൈലും കൾച്ചറും ഒക്കെ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിരിക്കും. സെൻട്രൽ യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ഫ്രാൻസ്, ജർമ്മനിയൊക്കെ വെച്ച് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ് സ്വീഡനിലെ ലൈഫ് സ്റ്റൈൽ. അധികമൊന്നും ആൾക്കാരൊന്നും സോഷ്യലൈസ് ആവത്തില്ല, അധികമൊന്നും ആൾക്കാരെ നിങ്ങൾ പുറത്തു പോലും കാണത്തില്ല. പിന്നെ പറയാനുള്ളത്, സ്വീഡനിൽ ആളുകൾ പൊതുവെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പിന്നെ സ്വീഡൻ ഒരു വെൽക്കമിങ് ആയിട്ടുള്ള കൺട്രിയാണ്. അവിടെയുള്ള 2 ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അപ്പോൾ അവരോട് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്. ഇനി സ്വീഡൻ്റെ സ്റ്റുഡൻറ് ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ സ്വീഡനിൽ QS റാങ്കിങ്ങിൽ 100-ൽ താഴെ വരുന്ന കുറേയധികം യൂണിവേഴ്സിറ്റികൾ സ്വീഡനിലുണ്ട്. അവിടേക്ക് കയറി പറ്റുക എന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. എങ്കിലും മാർക്കും കഴിവും ഭാഗ്യവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് കയറി പറ്റാൻ സാധിക്കുന്നതാണ്. പിന്നെ പറയാനുള്ളത്, ഫീസിൻ്റെ കാര്യമാണെങ്കിൽ ഏകദേശം 8 ലക്ഷത്തിനും 12 ലക്ഷത്തിനും ഒക്കെ ഇടയ്ക്കായിരിക്കും 1 ഇയറിലെ ഫീസ് സ്വീഡനിൽ വരുന്നത്. അത് ഏകദേശം നമ്മൾ ഈ പറഞ്ഞ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, അതായത് ഫ്രീ അല്ലാത്ത എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഈ ഒരു എമൗണ്ടൊക്കെ ആവും ഫീസ് വരുന്നത്. പിന്നെ സ്വീഡനെ പറ്റി പറയാനുള്ളത്, സ്വീഡനിൽ IELTS ഒന്നും മാൻഡേറ്ററി അല്ല. സ്വീഡനിലെ ഏറ്റവും നല്ല പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സ്വീഡനിൽ അൺലിമിറ്റഡ് പാർട്ട് ടൈം ആണ്. എങ്കിലും അൺലിമിറ്റഡ് പാർട്ട് ടൈമിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എങ്കിലും അവിടെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ക്ലാസ് ടൈം ടേബിളും അതുപോലെ തന്നെ അതിൻ്റെ വർക്ക്, എക്സാംസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും അത്രത്തോളം പാർട്ട് ടൈം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് അവിടുത്തെ ഒരു യാഥാർത്ഥ്യം. പിന്നെ സ്വീഡനിൽ നമുക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എൻ്റെ 2 ഫ്രണ്ട്സും ഡിപ്പെൻഡൻസിനൊന്നും കൊണ്ടുപോയിട്ടില്ല, അവർക്ക് ഡിപ്പെൻഡൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർ അതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ട് എനിക്ക് പറഞ്ഞതില്ല. പക്ഷെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ പറ്റും, അങ്ങനെ പോസിബിൾ ആണ് എന്നാണ് പറഞ്ഞു കഴിഞ്ഞത്. പിന്നെ പാർട്ട് ടൈം ജോലിയാണ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.
എൻ്റെ ഈ 2 ഫ്രണ്ട്സിനും സ്വീഡനിൽ പോയി കഴിഞ്ഞപ്പം അവർക്ക് പാർട്ട് ടൈം ജോലി കിട്ടാൻ കുറച്ച് ടൈം എടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർക്ക് വെൽക്കമിങ് ആണ്. സ്വീഡിഷ് ലാംഗ്വേജിൻ്റെ വലിയ ആവശ്യമില്ല എങ്കിൽ കൂടി അവർക്ക് റെഫറൻസ് വഴിയാണ് അവർക്ക് അവിടെ പാർട്ട് ടൈം ജോലി കിട്ടിയത്. പാർട്ട് ടൈം ജോലി കിട്ടി ഏൺ ചെയ്യുന്ന പൈസ നമ്മൾ എല്ലാ യൂറോപ്പിലും എല്ലാ വീഡിയോസിലും പറയാറുള്ളത് പോലെയാണ് നമ്മുടെ എക്സ്പെൻസിനായിട്ട് ഇവിടെ അങ്ങ് പോകും. കുറച്ച് ചെറിയൊരു തുച്ഛമായ ഒരു എമൗണ്ട് നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാൻ സാധിക്കും. അല്ലാതെ ലോൺ റീപേയ്മെൻറ്റോ സെമസ്റ്റർ ഫീസ് അടയ്ക്കുകയോ ഒന്നും പോസിബിൾ അല്ല. അത് ഒരു രാജ്യത്തും അത് പോസിബിൾ അല്ല. അല്ലെങ്കിൽ നമുക്ക് വെക്കേഷൻ ടൈം വരണം. അപ്പോൾ ഇതൊക്കെയാണ് സ്വീഡനെ പറ്റി പറയാനുള്ളത്. ഏകദേശം സ്വീഡനെ പറ്റി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പാർട്ട് ടൈം ജോലി, ലിവിങ് എക്സ്പെൻസ്, സ്റ്റേ ബാക്ക് 1 year ആണ് സ്വീഡനിൽ. 1 year ആണ് സ്വീഡനിൽ സ്റ്റേ ബാക്ക് കിട്ടുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും സ്വീഡനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടൻസിനോട് സംസാരിക്കുക. പിന്നെ സ്വീഡനിലൊക്കെ കൂടുതലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. നമ്മൾ സ്വീഡനെ പോലുള്ള രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അതൊക്കെ ഒരു ഹൈ എൻഡിങ് ടോപ്പ് നോച്ച് വരുന്ന ഒരു രാജ്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അവരുടെ കൺട്രി ഗോൾസ് ഉണ്ട്. ആ ഗോൾസുമായിട്ട് അലൈൻ ചെയ്യുന്ന കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസും കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് എനിക്ക് സ്വീഡനെ പറ്റി പറയാനുള്ളത്. എനിക്ക് വേറെ ഒന്നുമല്ല കേട്ടോ. എൻ്റെ 2 ഫ്രണ്ട്സ് സ്വീഡനിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ 2 പേരോട് ചോദിച്ചപ്പോൾ രണ്ടുപേരും 2 ഡിഫറൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആണ് എനിക്ക് പറഞ്ഞു തന്നത്. ഒരാൾ സ്വീഡിഷ് മതി, ഒരാൾ സ്വീഡിഷ് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വേറൊരാൾ പറയുവാണ് വേറെ കുഴപ്പമൊന്നുമില്ല, ഇംഗ്ലീഷ് കൊണ്ടൊക്കെ പിടിച്ചിരിക്കാൻ പറ്റും, ഇംഗ്ലീഷ് ആൾക്കാർ വെൽക്കമിങ് ആണെന്നൊക്കെ പറയുമ്പോൾ ഒരാൾ വെൽക്കമിങ് അല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് 2 പേരും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ആയതുകൊണ്ട് എനിക്കതിനെപ്പറ്റി ഒരു കൃത്യമായിട്ടുള്ള ഐഡിയ ഇല്ല. പക്ഷേ എങ്കിലും പൊതുവേ 2 പേരും ഓക്കെയാണ്. അവിടെ നേരത്തെ പറഞ്ഞ 2 പേർക്കും ജോലിയുണ്ട്, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. നമ്മളങ്ങനെ ആദ്യത്തെ 3 രാജ്യങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞ് 4ാമത്തെ രാജ്യമായിട്ടുള്ള ഫ്രാൻസിലേക്ക് തിരക്കുകയാണ്. ശരിയാണ്, ഫ്രാൻസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഫ്രാൻസിനെ പറ്റി പറയാൻ എനിക്ക് കൂടുതലായിട്ട് റിസർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. പിന്നെ ഓരോരോ കാര്യങ്ങളെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് ഫ്രാൻസിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു നോക്കാം. പിന്നെ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരും അതുപോലെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കും വേണ്ടിയാണ് ഇപ്പോൾ ഫ്രാൻസിനെ പറ്റി ഷോർട്ടായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ഫ്രാൻസിൽ മാസ്റ്റർ പഠിക്കാൻ വരുന്നവർക്ക് മാത്രമേ സ്റ്റേ ബാക്ക് ഉള്ളൂ. അതായത് ഇന്ത്യക്കാർക്ക് മാസ്റ്റർ പഠിക്കാൻ വരുന്നവർക്ക് മാത്രമേ സ്റ്റേ ബാക്ക് ഉള്ളൂ. അത് 2 വർഷത്തെ സ്റ്റേ ബാക്കാണ്. അത് നിങ്ങൾ 1 year മാസ്റ്റേഴ്സ് ചെയ്താലും 2 year മാസ്റ്റേഴ്സ് ചെയ്താലും നിങ്ങൾക്ക് ഇവിടെ 2 year സ്റ്റേ ബാക്ക് കിട്ടും. മാസ്റ്റർ പഠിക്കാൻ വേണ്ടി ഇവിടെ ഫീസ് ഏകദേശം ഒരു 12 തൊട്ട് 22 ലക്ഷത്തിനിടയ്ക്കാണ് 1 yearനും 2 yearനും ഒക്കെ എക്സ്പെൻസ് ആവുന്നത്. 8 ലക്ഷത്തിനും 9 ലക്ഷത്തിനൊക്കെ 1 year കോഴ്സസ് അവൈലബിൾ ആണ് ഇവിടെ. ഇനി നിങ്ങൾക്ക് ഇവിടെ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടി വരുവാണെങ്കിൽ അതിലും കുറച്ച് എമൗണ്ട് കൂടെ കുറയാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഫ്രാൻസിലേക്ക് പഠിക്കാൻ വരികയാണെങ്കിൽ നല്ല കോളേജസ് മാത്രം ചൂസ് ചെയ്യുക. കാരണം ഇവിടെ നിങ്ങൾ പഠിക്കാൻ വരുന്ന എല്ലാ കോളേജിലും നിങ്ങൾക്ക് എല്ലാ കോഴ്സിലും സ്റ്റേ ബാക്ക് ഓപ്ഷൻ ഉണ്ടാവണമെന്നില്ല. RNCP സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഴ്സുകൾ മാത്രം എടുക്കുക. അതുകൊണ്ട് നല്ല കോളേജിൽ പഠിക്കാൻ വരിക. അല്ല എങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ടൈമും കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ബാക്കും കിട്ടത്തില്ല, ജോലിയും കിട്ടത്തില്ല, പൈസയും പോവുകയും ചെയ്യും. പിന്നെ പറയാനുള്ളത് ഫ്രാൻസിൽ ക്ലാസ് ടൈം ടേബിളൊക്കെ ഹാർഡാണ്, ഭയങ്കര ടൈറ്റ് ആയതുകൊണ്ട് തന്നെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ഇനി അതിനെ കവർ ചെയ്ത് നിങ്ങൾ പാർട്ട് ടൈം ജോലി കിട്ടുകയാണെങ്കിൽ സ്റ്റുഡൻറ്റ് ലൈഫ് വലിയ കുഴപ്പമൊന്നുമില്ല. ബിസി ആയിരിക്കും. ഓഫ് കോഴ്സ് നമുക്ക് 5 ദിവസവും 6 ദിവസവും ക്ലാസ് ഉണ്ടാവുമായിരിക്കും. 3-4 ദിവസം നമ്മൾ പാർട്ട് ടൈം ചെയ്യുന്നു. സ്റ്റുഡൻറ്റ് ലൈഫ് ഭയങ്കര ടൈറ്റ് ആയിരിക്കും. എങ്കിലും നിങ്ങൾക്ക് ഇവിടെ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ കാർഡുണ്ട്. അത് യാത്രകൾക്ക് വേണ്ടി ഒരു ഇത്ര എമൗണ്ട് ഓഫ് സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ അക്കോമഡേഷൻ, നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാഫ് പോലുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. അതും ഒരു ഹൗസിംഗ് സബ്സിഡിയാണ്. അപ്പം സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് സ്റ്റുഡൻറ്റ് ലൈഫിൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് സ്റ്റുഡൻറ്റ് ലൈഫ് കഴിഞ്ഞ് 2 year സ്റ്റേ ബാക്കിലേക്ക് പോകുമ്പോഴായിരിക്കും നമ്മൾ ഫ്രഞ്ച് ലാംഗ്വേജ് കുറച്ചുകൂടി ഹാർഡായിട്ട് ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ ഫ്രഞ്ച് ലാംഗ്വേജ് പഠിച്ചെടുത്തിരിക്കണം. ഇല്ലെങ്കിൽ ഫ്രാൻസ് വിൽ ബി ഒരു ഭയങ്കര ശോകം സ്ഥലമായിരിക്കും. കാരണം നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ ഒരു ബേക്ക് ലെവൽ പഠിച്ചിട്ട് വരിക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളിവിടെ പഠിക്കുന്ന ആ ഒരു സമയത്ത് ഫ്രഞ്ച് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക. കേട്ടാൽ മനസ്സിലാവണം, അല്ലെങ്കിൽ കുറച്ച് പറയാൻ പറ്റണം എന്ന രീതിയിൽ ഇമ്പ്രൂവ് ചെയ്താൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ല് പോലെ നിങ്ങളുടെ ഡെഡിക്കേഷൻ പോലെ ഇരിക്കും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ജോലി കിട്ടുന്നത്. പിന്നെ പറയാനുള്ളത് ഫ്രാൻസിൽ അത്യാവശ്യം നല്ല കോളേജിൽ പഠിക്കുന്ന നല്ല ഒരു ആവറേജ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വരെ ഇവിടെ ഇൻറ്റേൺഷിപ്പ് കിട്ടാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം ഭാഗ്യമാണ്. ജോലി കിട്ടുക എന്നത് ഒരു ഭയങ്കര ഭാഗ്യമുള്ളൊരു കാര്യമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഫ്രാൻസിനെ പറ്റി ഇതിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോസൊക്കെ എടുത്ത് നോക്കുക. അപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം ഫ്രാൻസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഫ്രാൻസിൽ ഫ്രഞ്ച് ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എനിക്ക് തോന്നുന്നു ഇവിടെ ഫ്രഞ്ചുകാർക്കും പരീസിയൻസിനും ജീവവായു പോലെയാണ് ഫ്രഞ്ച് ലാംഗ്വേജ്. നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒട്ടും താല്പര്യപ്പെടുത്തി. ഈ ഫ്രഞ്ച് പറയുന്നത് തെറ്റാണെങ്കിലും കുഴപ്പമില്ല, ഇംഗ്ലീഷ് പറയാൻ പാടില്ല എന്നാണ് എനിക്ക് ഇതുവരെ മനസ്സിലായത്. അതുകൊണ്ട് സ്ലോലി ഞാനും ഇവിടെ മെല്ലെ ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രാൻസിനെ പറ്റി പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോയിൽ നമ്മൾ ടോട്ടൽ ഏകദേശം ഒരു 4 രാജ്യങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞു.
കുറേയധികം പേര് നമ്മളോട് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു 4 രാജ്യങ്ങളെ പറ്റി പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഇതിനെയൊക്കെ ഞാൻ റാങ്ക് ചെയ്യുകയാണ് എങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ജർമ്മനിനെ തന്നെ ആയിരിക്കും ആദ്യം റാങ്ക് ചെയ്യുക. ജർമ്മനി കഴിഞ്ഞിട്ട് ഫ്രാൻസിനെ റാങ്ക് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നെതർലൻഡ്സ്, പിന്നെ സ്വീഡന്. ഞാനിപ്പോൾ ഈ ഒരു റാങ്കിങ് നടത്തിയത് അത് വെറും ഒരു ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൻ്റെ പേരിൽ മാത്രം നടത്തിയ റാങ്കിങ് അല്ല. അവിടെയുള്ള സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസ് വെച്ചും സ്റ്റേ ബാക്ക് ഓപ്ഷൻ വെച്ചും അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ലൈഫിൽ കിട്ടുന്ന ബെനിഫിറ്റ്സുകളൊക്കെ വെച്ചുമാണ് ഈ ഒരു റാങ്കിങ് ഞാൻ നടത്തിയത്. പിന്നെ ഓഫ് കോഴ്സ് ലാംഗ്വേജ് എന്തായാലും ഏത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയാലും നിങ്ങൾ അവരുടേതായിട്ടുള്ള റീജിയണൽ ലാംഗ്വേജ് പഠിച്ചിട്ട് തന്നെ പോവുക, അല്ലെങ്കിൽ മനസ്സിലാകുന്ന രീതിയിലെങ്കിലും പഠിച്ചിട്ട് തന്നെ പോവുക. സോ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ തെറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ദയവ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. അതെനിക്കും ഒരു പുതിയ അറിവായിരിക്കും, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നവർക്കും അത് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവരോടും താങ്ക് യു. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ എന്തായാലും കുറച്ചുകൂടെയൊക്കെ ഇൻഡെപ്തായിട്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവരോടും താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്മളോട് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ബൈ ബൈ.